പ്രൊഡ്യൂസർക്ക് ഒരു പ്രത്യേക എന്താ പറയുക അഭിനന്ദനം കൊടുക്കണം. എന്താ കാരണം വെച്ചാൽ വിജയബാബുവിന് ഇതിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇൻവെർട്ടർ കോമ മാർക്കറ്റിൻ്റെ കള്ളത്തരം അറിയാമായിരുന്നിട്ട് പോലും ഈ ഒരു ധീരമായൊരു ചുവടുവെപ്പ് ഒരു പക്ഷേ നോക്കട്ടെ ആരോ വരുന്നു. സിനിമ വിജയിച്ചപ്പോൾ ഈ പുതിയ നടീനടന്മാർക്കും സംവിധായകനും ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർക്കും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർക്കും ഒക്കെ അവരുടെ കരിയറിലൊരു വലിയ മൈലേജ് കിട്ടിയിരിക്കുകയാണ്. അതെന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അതിനേക്കാൾ അധികമായി എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം വിജയ് ബാബുവിന് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ, ഒരു വിതരണക്കാരനെന്നുള്ള നിലയിൽ കുറേ നല്ല സിനിമകൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ ആവശ്യമായ ഒരു ഫണ്ട് ഈ സിനിമയിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വിജയ് ബാബു ലിജോ ജോസ് പെല്ലിശ്ശേരിയിൽ അർപ്പിച്ച വിശ്വാസത്തിന് കിട്ടിയ പ്രതിഫലം തന്നെയാണ് ഈ വിജയം. വിജയ്, അപ്പം ഇനി ഒരുപാട് പരീക്ഷണ സിനിമകൾ എടുക്കാൻ വേണ്ടിയുള്ള പൈസ ഇതിൽ നിന്ന് ആയിക്കഴിഞ്ഞു. അല്ല, ഇതുവരെ ചെയ്ത എല്ലാം പരീക്ഷണ സിനിമകളാണ്. ഇതുവരെ ഫ്രൈഡേ ഫിലിം ഹൗസ് ചെയ്തിട്ടുള്ള എല്ലാം പരീക്ഷണ സിനിമകളാണ്. ചിലത് വിജയിക്കും, ചിലത് വിജയിക്കില്ല. അതിപ്പോൾ സക്രിയുടെ ഗർഭിണികൾ പരീക്ഷണമായിരുന്നു, മങ്കിപ്പൻ പരീക്ഷണമായിരുന്നു, പെരിച്ചാരി ഒരു പരീക്ഷണമായിരുന്നു, അടികപ്പേരെ കുട്ടമണി മുദ്ദുകവും പരീക്ഷണമായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ ജോണറാണ്. അതിൽ അങ്കമാലി ഡയറീസും വേറൊരു പരീക്ഷണമായിരുന്നു. അത് വിജയിച്ചു. ഞാൻ അങ്ങനെയുള്ള സിനിമകൾ എടുക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നു. ഒരു ജോണറിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളൊരു ജോണർ പരീക്ഷണ സിനിമകൾ മാത്രമാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്, ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് അടുത്ത സിനിമ എന്നെ അട്രാക്ട് ചെയ്യുന്നത് ഒരാൾ വന്ന് കഥ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ, ആസ് എ പ്രൊഡക്ഷൻ ഹൗസ് ചിലപ്പോൾ നല്ല കഥയായിരിക്കും, പക്ഷേ എന്നെ അട്രാക്ട് ചെയ്യുന്നത് അതിൽ മറ്റുള്ള സിനിമകളിൽ നിന്നുള്ള എന്താണ് വ്യത്യസ്തത എന്നുള്ളതാണ്. ഒരു ഡിഫറൻസ് വേണം.